വടകരയിൽ ആദ്യമായിട്ട് നമ്മളൊരു പാരാസൈലിംഗ് വാട്ടർ സ്പോർട്സ് ട്രൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പാരാസൈലിംഗ് ആക്ടിവിറ്റി കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ട്. ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷനുള്ള കലകളും സ്റ്റേറ്റ് അവാർഡ് വിന്നേഴ്സും വരെ നമുക്കിവിടെ സ്റ്റാളിൽ അവൈലബിൾ ആയിരിക്കും. അവരുടെ പ്രൊഡക്ട്സുകൾ കാണാനും അത് നമ്മൾക്ക് പരിചയപ്പെടാനും നമ്മൾക്ക് വാങ്ങിക്കുവാനും ഒരു അവസരമാണ്. കേരളത്തിന്റെ പാരമ്പര്യവും കരകൗശലവും രുചിവൈവിധ്യവും കലാപരിപാടികളും ഒരുമിക്കുന്ന ഓണാഘോഷവുമായി ഇരിങ്ങൽ സർഗാലയ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് ഒരുങ്ങിക്കഴിഞ്ഞു. ഓഗസ്റ്റ് 19 വൈകിട്ട് 6 കൊയിലാണ്ടി MLA അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ പൂവിളി 2026 ഉദ്ഘാടനം ചെയ്യും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കരകൗശല വിദഗ്ധർ അണിനിരക്കുന്ന ഗാന്ധി ശില്പ് ബസാറും പരമ്പരാഗത ഓണവിഭവങ്ങളുടെ ഭക്ഷ്യമേളയും കലാവിരുന്നും ഉൾപ്പെടെ നിരവധി പരിപാടികളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. ഗാന്ധി ശില്പ് ബസാറിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പരമ്പരാഗതവും ആധുനികവുമായ കരകൗശല ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടാനും വാങ്ങാനും സന്ദർശകർക്ക് അവസരമുണ്ടാകും. കേരളത്തിന്റെ തനത് രുചികൾ പരിചയപ്പെടുത്തുന്ന ഭക്ഷ്യമേളയും ഓണസദ്യയും വൈകുന്നേരങ്ങളിൽ കേരളീയ കലാരൂപങ്ങൾ ഉൾപ്പെടുന്ന കലാവിരുന്നും ആഘോഷത്തിന്റെ ഭാഗമാകും. പ്രത്യേക ദീപാലങ്കാരങ്ങളും സെൽഫി പോയിന്റുകളും ഒരുക്കിയിട്ടുണ്ട്. ഓണസമ്മാനമായി നൽകാൻ പ്രത്യേക ഗിഫ്റ്റ് ഹാമ്പറുകളും സർഗാലയിലെ കരകൗശല വിദഗ്ധർ ഒരുക്കുന്ന തൃക്കാക്കരയപ്പൻ എന്ന പ്രത്യേകം ഓണം ഉൽപ്പന്നവും ഇത്തവണത്തെ പ്രത്യേകതയാണ്. രണ്ടാമത് ഗാന്ധി ശില്പ ബസാർ 2026 സർഗാലയിൽ ഈ വർഷവും ഓർഗനൈസ് ചെയ്യാൻ പോവുകയാണ്. മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസും ഡെവലപ്മെൻറ്റ് കമ്മീഷണർ ഹാൻഡിക്രാഫ്റ്റ്സും ചേർന്ന് സർഗാല ഓർഗനൈസ് ചെയ്യുന്ന രണ്ടാമത്തെ ഗാന്ധി ശില്പ ബസാറാണ്. ഇതിൽ ഹാൻഡ്ലൂം ക്രാഫ്റ്റുകളെയാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ സർഗാലയിലെ കലാകാരന്മാർ ഒരുക്കുന്ന ക്രാഫ്റ്റുകളും അതിൻ്റെ ഒപ്പം ഉണ്ടാകുന്നതാണ്. ഈ പ്രോഗ്രാമിൻ്റെ ഔദ്യോഗികമായ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് 6 മണിക്കാണ്. അതിൽ ബഹുമാനപ്പെട്ട പയ്യോളി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശ്രീ സാഹിറ N അധ്യക്ഷത വഹിക്കുന്നതാണ്. ചടങ്ങിൻ്റെ ഉദ്ഘാടനം കൊയിലാണ്ടിയുടെ ബഹുമാന്യനായ MLA ശ്രീ അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ ആണ്. ചടങ്ങിന് സ്വാഗതം അരുളുന്നത് ദർശന രാഘവൻ, അസിസ്റ്റന്റ് ഡയറക്ടർ ഹാൻഡിക്രാഫ്റ്റ്സ് സർവീസ് സെൻറ്റർ, മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, തൃശ്ശൂർ മേഖലയാണ്. ഇതിന് ആശംസകൾ അർപ്പിക്കാൻ ശ്രീ പ്രജിഷ കെ, ഹാൻഡിക്രാഫ്റ്റ്സ് പ്രൊമോഷൻ ഓഫീസർ, ശ്രീമതി സാബിറ PK, കൗൺസിലർ പയ്യോളി മുനിസിപ്പാലിറ്റി, ഒപ്പം ഇതിൻ്റെ നന്ദി പറയാൻ സർഗാലയുടെ CEO. അതായത് ഇങ്ങനെയാണ് ചടങ്ങ് വെച്ചിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഹാൻഡിക്രാഫ്റ്റ്സ് മേളയോടൊപ്പം തന്നെ സർഗാലയിൽ പൂവിളി 2026 എന്ന രീതിയിൽ ഓണാഘോഷത്തിന് വേണ്ടിയും കൂടെ സർഗാലയ നമ്മുടെ വിസിറ്റേഴ്സിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി പൂവിളി 2026 ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ നല്ല രീതിയിൽ നടത്തിയിരുന്നു. അത് കൂടുതൽ വിപുലമായി ഈ വർഷം കൊണ്ടാടാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ വർഷം നമ്മൾ ഈ ഹാൻഡിക്രാഫ്റ്റ്സ് മേള, അതിനൊപ്പം തന്നെ ഓണസദ്യ, വൈവിധ്യങ്ങളായ കലാപരിപാടികൾ, ഒപ്പം തന്നെ വടകരയിൽ ആദ്യമായിട്ട് നമ്മളൊരു പാരാസൈലിംഗ് വാട്ടർ സ്പോർട്സ് ട്രൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പാരാസൈലിംഗ് ആക്ടിവിറ്റി കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ ട്രയൽ അടുത്ത ദിവസങ്ങളിൽ നടക്കും. അത് സക്സസ്ഫുൾ ആണെങ്കിൽ ഓണക്കാലത്ത് ആദ്യമായിട്ട് വടകരയിലെ മൂരാട് പുഴയിൽ പാരാസൈലിംഗ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതൊരു തുടക്കമാണ്. കാരണം നമ്മളിവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊജക്റ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോമ്പോണൻ്റാണ് വാട്ടർ സ്പോർട്സും ബോട്ടിംഗ് സൗകര്യങ്ങളും മൂരാട് പുഴയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നത്. അതിൻ്റെ ഒരു ട്രയൽ റണ്ണും കൂടെ ഇതിൻ്റെ ഒപ്പം ആരംഭിക്കാൻ സാധിക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് ഇതിൽ പ്രധാനപ്പെട്ട ഓണക്കാലത്ത് ഒരു പ്രധാനപ്പെട്ട ആകർഷണമായി മാറും. ഇതിൻ്റെ ഒപ്പം തന്നെ തൃക്കാക്കരയപ്പൻ, അതായത് നമ്മുടെ സർഗാലയിലെ കലാകാരന്മാർ ആദ്യമായിട്ട് തൃക്കാക്കരയപ്പനെ നമ്മളിവിടെ നിർമ്മിച്ചിട്ട് വിപണനം ചെയ്യുന്നുണ്ട്. അതൊരു കേരളത്തിൻ്റെ തനതായ ഐശ്വര്യത്തിൻ്റെയും കൂടെ ചിഹ്നമായ തൃക്കാക്കരയപ്പനെ നമ്മളുടെ കലാകാരന്മാർ, ഇവിടുത്തെ പോട്ടറി ഉണ്ടാക്കുന്ന ടെറാക്കോട്ട കലാകാരന്മാരാണ് നിർമ്മിക്കുന്നത്. അതിനൊരു വരുമാനം എന്നുള്ള രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളതിനെ മാർക്കറ്റിലോട്ട് കൊണ്ടുവരുന്നത്. അതിനും പൊതുജനങ്ങളെല്ലാവരും അത് കൈനീട്ടി സ്വീകരിക്കുന്നു വിശ്വസിക്കുന്നു. ഡെവലപ്മെൻറ്റ് കമ്മീഷണർ ഹാൻഡിക്രാഫ്റ്റ്സ്, മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിൻ്റെ കീഴിലുള്ള ഡെവലപ്മെൻറ്റ് കമ്മീഷണർ ഹാൻഡിക്രാഫ്റ്റ് സർവീസ് സെൻറ്റർ തൃശ്ശൂരും സർഗാലയും ചേർന്ന് നടത്തുന്ന രണ്ടാമത് ഗാന്ധി ശില്പ് ബസാർ, അതായത് നമ്മുടെ ഇന്ത്യ ഒട്ടാകെ ചെയ്യുന്ന ഗാന്ധി ശില്പ് ബസാർ, നമ്മുടെ ആർട്ടിസൻസിന്, കലാകാരന്മാർക്ക് ഒരുപാട് അവസരങ്ങളും അവർക്ക് സെയിലും ഒരുക്കി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ തൃശ്ശൂർ ഓഫീസിൻ്റെ പ്രപ്പോസലിൽ സാങ്ഷനായിട്ടുള്ള ഗാന്ധി ശില്പ് ബസാറാണ് നമ്മളിവിടെ ഇന്ന് ആരംഭിക്കുന്നത്. 18 മുതൽ 24 വരെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഈ 7 ദിവസത്തിൽ സൗത്ത് ഇന്ത്യയിലുള്ള
തിരഞ്ഞെടുക്കപ്പെട്ട 40 വിവിധ ഹാൻഡിക്രാഫ്റ്റ്സ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കലാകാരന്മാർക്കാണ് നമ്മൾ അവസരം കൊടുക്കുന്നത്. അതിൽ കേരളത്തിൽ നിന്നുള്ളത് മാത്രമല്ല, എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള കലാകാരന്മാരെയും വിവിധ കലാസൃഷ്ടികളെയും, അതായത് അവരുടെ ഹാൻഡിക്രാഫ്റ്റ്സ് പ്രൊഡക്ട്സിനെയും ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വ്യത്യസ്തമായ കലകളെ നമുക്ക് ഈ ഒരു മേളയിൽ ഇവിടെ കാണാവുന്നതാണ്. അതിൽ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷനുള്ള കലകളും സ്റ്റേറ്റ് അവാർഡ് വിന്നേഴ്സും വരെ നമുക്കിവിടെ സ്റ്റാളിൽ അവൈലബിൾ ആയിരിക്കും. അവരുടെ പ്രൊഡക്ട്സുകൾ കാണാനും അത് നമ്മൾക്ക് പരിചയപ്പെടാനും നമ്മൾക്ക് വാങ്ങിക്കുവാനും ഒരു അവസരമാണ്. ഈ ഒരു പ്രത്യേക മേള നമ്മൾ ഈ ഒരു അവസരത്തിൽ തന്നെ വെച്ചിരിക്കുന്നത് നമ്മുടെ വിപണി, ഓണം ആണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ വിപണി. അപ്പോൾ ആ ഒരു വിപണിയെ ഉദ്ദേശിച്ചാണ് നമ്മളിപ്പോൾ തന്നെ ഇത് ഇവിടെ നടത്തുന്നത്. ഈ വരുന്ന ആർട്ടിസൻസിനെല്ലാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ TADA ഫ്രൈറ്റ് ചാർജസ്, അവർ പാർസൽ കൊണ്ടുവരുന്നതിനുള്ള ഒരു സഹായവും TADA ഗവൺമെൻറ് നോംസിൽ എത്രയാണോ പറയുന്നത് ആ സപ്പോർട്ട് കൊടുത്തിട്ട് തന്നെയാണ് ഈ ആർട്ടിസൻസ് എല്ലാം തന്നെ വരുന്നത്. അവർക്കിത് വലിയൊരു ഉപകാരമായിരിക്കുമെന്നും അവർക്ക് നല്ലൊരു വിപണി കണ്ടെത്താൻ നമുക്ക് സർഗാലയയിലൂടെ വിപണി കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ ഏറ്റവും വലിയൊരു പ്ലസ് ആയിട്ട് കാണുന്നത്. കഴിഞ്ഞ വർഷവും നമ്മൾ കോഴിക്കോട് വെച്ച് ഈ ഒരു മേള നടത്തിയിരുന്നു. നമുക്ക് ഗ്രാൻഡ് സക്സസ് ആയിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ വെക്കേഷൻ തുടങ്ങുന്ന ആ സമയത്തായിരുന്നിട്ട് കൂടി, എക്സാംസിൻ്റെ ഒരു സമയത്തായിരുന്നിട്ട് കൂടി നമുക്ക് കോഴിക്കോട് വെച്ച് നടത്തിയ മേളയിൽ ഒരുപാട് എൻക്വയറീസും ഒരുപാട് ഓർഡേഴ്സ്, ഒരുപാട് സെയിൽ നമുക്കതിൽ കാണാൻ പറ്റി. അത് സർഗാലയ നൽകുന്ന ഒരു സപ്പോർട്ട് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഒരുപാട് പബ്ലിസിറ്റിയും ആ ആർട്ടിസൻസിന് അവർ അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് അർഹിക്കുന്ന രീതിയിലുള്ള ഒരു അംഗീകാരമായിട്ട് തന്നെയാണ് നമ്മളിത് നടത്തുന്നത്. സാധാരണ ചെറിയൊരു ഫംഗ്ഷനായിട്ടല്ല, ചെറിയൊരു പ്രോഗ്രാമായിട്ടല്ല, 40 കലാകാരന്മാർ അവരുടെ സൃഷ്ടികൾ ഇവിടെ വെച്ച് ഉണ്ടാക്കുകയും വിപണനം ചെയ്യുകയും 7 ദിവസം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കും കസ്റ്റമേഴ്സിനുമായി അവർ ഒരുപാട് സ്റ്റോക്ക് ഇവിടെ കൊണ്ടുവന്ന് അവർക്കത് സെയിലാവുകയും ചെയ്യുന്നതിലൂടെ നമ്മൾ ഹാൻഡിക്രാഫ്റ്റ്സിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെറുകിട വ്യവസായികളെ, നമ്മൾ വലിയ വലിയ ഷോപ്പിൽ പോയി വാങ്ങുന്നത് മാത്രമല്ല, നമുക്ക് ഒരുപാട് ചെറുകിട വ്യവസായികൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്നും നമ്മൾക്ക് പരമ്പരാഗതമായ ഒരുപാട് ട്രഡീഷൻസ്, ആ വാല്യൂ നമ്മൾ മുറുകെ പിടിച്ച് ഇവരെല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു എഫേർട്ടാണിത്. അതിനെ നമ്മളെല്ലാവരും, നമ്മുടെ നാട്ടുകാരും എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യുമെന്നും അവർക്ക് ഒരുപാട് ഇതിൽ ഗുണമുണ്ടാകട്ടെ എന്നുമാണ് ഞങ്ങളെല്ലാവരും ഈ ഒരു ഞങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉദ്ദേശം അതാണ്. സോ മീഡിയ അത് കവർ ചെയ്യുന്നതോടുകൂടി നല്ലൊരു ക്രൗഡ് ഇവിടേക്ക് എത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. സർഗാലയ തുടർച്ചയായി 2ാമത്തെ വർഷമാണ് ഓണം കാലയളവിൽ ഇതുപോലെയുള്ള വിപുലമായ പരിപാടികൾ ഓർഗനൈസ് ചെയ്യുന്നത്. നമ്മുടെ മാഡം സൂചിപ്പിച്ച മാതിരി അതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഗാന്ധി ശില്പ ബസാറാണ്. അതിൽ 40ഓളം കരകൗശല വിദഗ്ധരെ അല്ലെങ്കിൽ കലാമേഖലയിലുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ ഓണം കാലയളവിൽ കേരളത്തിൻ്റെ ഉത്സവ സീസൺ ഓണമായതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇത്തരത്തിൽ അവർക്ക് നല്ലൊരു വിപണി ഇവിടെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലൂടെ ശ്രമിക്കുന്നത്. കൂടാതെ നേരത്തെ ബഹുമാനപ്പെട്ട CEO സൂചിപ്പിച്ച മാതിരി ഓണ കാലയളവിൽ പൂവിളി 2026 എന്ന് പറഞ്ഞ് വൈവിധ്യമേറിയ പരിപാടികൾ നമ്മൾ സന്ദർശകർക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ദേശീയപാതയിലെ മെച്ചപ്പെട്ട ഗതാഗത സംവിധാനം, ഗതാഗതക്കുരുക്കൊക്കെ ഒഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾക്ക് നമ്മുടെ വടക്കൻ മലബാറിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്താനുള്ള സൗകര്യമുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ നല്ലൊരു മികച്ച ഒരു ഓണക്കാലയളവ് ഈ വർഷം സർഗാലയിലൂടെ സന്ദർശകർക്ക് ലഭിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതിൻ്റെ ഭാഗമായിട്ട് ഇത്തവണ നേരത്തെ സൂചിപ്പിച്ച മാതിരി തന്നെ നമ്മുടെ വാട്ടർ ബേസ്ഡ് ആക്ടിവിറ്റീസ് കൂടി നമ്മുടെ പുഴയുടെ അതേ മൂരാട് പുഴയിലെ ജലവിനോദങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വിപുലമായ രീതിയിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ അന്തർദേശീയ തലത്തിലേക്ക് ഒരു വലിയ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കി വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. നമ്മുടെ സർഗാലയയിൽ അവിടെ ഒരു വികസനത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ.